തീർച്ചയായും 6ാം ദിവസവും ഊർജിതമായി തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നു. ഇപ്പോൾ തന്നെ നിലവിൽ സേനാംഗങ്ങളും ഒപ്പം സന്നദ്ധ പ്രവർത്തകരുമൊക്കെ ഈ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന ഏതാണ്ട് ഈ പള്ളിക്ക് സമീപമുള്ള മസ്ജിദിന് സമീപമുള്ള മുണ്ടക്കൈ ഭാഗത്ത് നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഒരു വട്ടം 2-3 വട്ടങ്ങളൊക്കെ മണ്ണുമാന്തി പരിശോധിച്ച ഇടങ്ങളാണ്. വീണ്ടും അത് മറ്റൊരിടത്തേക്ക് മാറുകയും അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിലിറക്കി പരിശോധന നടത്തുകയും ചെയ്യുന്ന രീതിയാണ്. കാരണം വലിയ മൺകൂനകളാണ് ചെളി അടിഞ്ഞ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ അത് വീണ്ടും മണ്ണ് മാറ്റിയുള്ള പരിശോധന നടത്തുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. ഒപ്പം മാറ്റിയിട്ടിരിക്കുന്ന മൺകൂനകളിൽ വീണ്ടും മൺവെട്ടിയും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഇളക്കി മാറ്റിയുള്ള പരിശോധനകളും നടത്തുന്നുണ്ട്. എന്തായാലും രാവിലെ മുതൽ തന്നെ വളരെ സജീവമായ പരിശോധനകൾ നടത്തുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള അവരുടെ ഈ സന്ദർശനത്തെയും വളരെ പോസിറ്റീവായാണ് ഈ നാട്ടുകാർ കാണുകയും ചെയ്യുന്നത്, രക്ഷാപ്രവർത്തകരൊക്കെയും കാണുകയും ചെയ്യുന്നത്. കാരണം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഈ ദുരന്തമുണ്ടായതിന് തൊട്ട് പിന്നാലെ ഉയർന്നു കഴിഞ്ഞിരുന്നു. കാരണം വളരെയധികം ആളുകളാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഒപ്പം ഇപ്പോഴും കാണാമറയത്ത് അല്ലെങ്കിൽ മണ്ണിനടിയിൽ കിടക്കുന്ന ആളുകളുടെ എണ്ണവും വളരെ വലുതാണ്. അതുകൊണ്ട് രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശ്രമകരമായ രക്ഷാ ദൗത്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ഭാഗങ്ങളിൽ നടക്കുന്നത്. സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടക്കുന്നു. നമുക്കറിയാം, റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള മണ്ണിനടിയിലെ ചലനങ്ങൾ അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസങ്ങൾ എന്നിവ പരിശോധിക്കുന്നു. മണം പിടിക്കാൻ ശേഷിയുള്ള, മനുഷ്യഗന്ധം തിരിച്ചറിയാൻ ശേഷിയുള്ള നായ്ക്കളെ ഉപയോഗിച്ച് മണം പിടിച്ച് മനുഷ്യഗന്ധം ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഡ്രോൺ ക്യാമറകൾ ഓരോ സമയത്തും പറത്തി ഉള്ള പരിശോധനകൾ നടത്തുന്നു. അങ്ങനെ സമഗ്രമായ ലഭ്യമാവുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുമ്പോൾ ഇനിയും എന്തെങ്കിലും മണ്ണിനടിയിൽ നിന്നും ജീവനോ അല്ലെങ്കിൽ ജീവനില്ലാതെയോ ഒക്കെ ആണെങ്കിൽ പോലും മണ്ണിനടിയിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. സന്നദ്ധ പ്രവർത്തകരായ ആളുകൾ ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ആദ്യം ഇവിടേക്ക് എത്തിയത് ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഫയർഫോഴ്സിലെയും പോലീസിലെയും NDRFിലെയും ആർമിയുടെയും ഒക്കെ ആളുകളാണ് ആദ്യം എത്തിയത്. ഒപ്പം ഈ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടി അവർ മണ്ണ് ഇളക്കി മാറ്റിയുള്ള പരിശോധന ആരംഭിച്ചു. തൊട്ടു പിന്നാലെ ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരും എത്തിയിരിക്കുന്നു. അവരും ഇനി ഓരോ ഇഞ്ച് ഇടങ്ങളിലും അതിൻ്റെ പരിശോധനകൾ നടത്തും. ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന കാഴ്ച നമുക്കിപ്പോൾ കാണാം. നമ്മുടെ സമീപത്ത് കരിക്ക് ഇന്നലെ സന്നദ്ധ സംഘടനകൾ ഈ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചു കൊടുക്കുന്നു. ആ ഭാഗം വൃത്തിയാക്കുന്ന ചുമതലയാണ് ഒരു കൂട്ടർ ചെയ്യുന്നത്. മറ്റൊരു കൂട്ടർ മറ്റ് ചില കാര്യങ്ങളാവും. അങ്ങനെ ഈ രക്ഷാ ദൗത്യത്തിനായി എത്തുമ്പോൾ എന്ത് ജോലി കണ്ടാലും അത് ചെയ്യുക എന്നതാണ് അവരുടെ ഒരു കർത്തവ്യമായി കണക്കാക്കാൻ കഴിയുന്നത്. അവിടെ ജാതിമത വ്യത്യാസങ്ങളോ കൊടികളുടെ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഇപ്പോൾ കാണുന്ന സേവാഭാരതിയാണ് ഇവിടെ ഈ കാര്യം. അപ്പോൾ മറുവശത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് നടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നിങ്ങളൊക്കെ എവിടുന്നാണ്? ഞങ്ങൾ കോഴിക്കോട് ബാലുശ്ശേരി ഉണ്ണിയോളം. എത്ര ദിവസമായിട്ട് ഇവിടെ എല്ലാ ദിവസവും? ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്താണ്. 5 ദിവസം കൂടെ ഉണ്ടാവും. ഞങ്ങളെല്ലാം സെറ്റപ്പായിട്ട് വന്നതാണ്. ഡ്രോപ്പ് ഉണ്ട്, മിഷൻ വാളുണ്ട്, കട്ട് ചെയ്യുന്ന മറ്റേ കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. എല്ലാ മെഷീനറി ആയിട്ടാണ് ഞങ്ങൾ വന്നത്. എന്ത് ജോലിയാണേലും അല്ലേ ഇപ്പൊ നിങ്ങൾ? അതെ അതെ അതെ, ഞങ്ങളിപ്പോ ക്ലീൻ ചെയ്യാണ്. ഇവിടെ ഈ കൊതുകുകൾ നിറയുന്നുണ്ട് അവസ്ഥയാണല്ലോ, അപ്പൊ ഞങ്ങൾ ക്ലീൻ ചെയ്യാണല്ലോ. ഇതാണ് എന്ത് ജോലിയാണ് ദുരന്തഭൂമിയിൽ വരുമ്പോൾ കണ്ടു കിട്ടുന്നത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ നൽകുന്നതോ അത് ചെയ്യുകയാണ് അവരുടെ കർത്തവ്യം. ഇപ്പോൾ യൂത്ത് കെയർ പ്രവർത്തകരാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് എല്ലാ ആളുകളും ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. അവർ തങ്ങളാലാവുന്ന കർമ്മങ്ങൾ ഈ ദുരന്ത ഭൂമിയിൽ ചെയ്യുന്നുമുണ്ട്. ഇന്നും എന്തായാലും രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ വളരെ ഊർജിതമായി തന്നെ നടക്കുന്നു. കൂടുതൽ യന്ത്രങ്ങളൊക്കെ മുണ്ടക്കൈയിലേക്ക് എത്തുന്ന രംഗവുമാണ് നമ്മൾ കാണുന്നത്. സനീഷ് കുമാറാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് പങ്കുവെച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ നിരവധി സന്നദ്ധ സംഘടനകളിലെ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അവിടെ ചെയ്യാൻ കഴിയുന്നത്, തങ്ങളാൽ ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയൊക്കെയാണോ ആ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ സംഘങ്ങൾ അവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതും ഏറെ ആശ്വാസകരമാണ്. ഓരോ ദിവസം കഴിയും തോറും ഈ രക്ഷാദൗത്യം സംഘം സംവിധാനങ്ങളെല്ലാം വിപുലീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് അംഗങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ പങ്കുവച്ചതാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള 30 പേരുടെ സംഘമാണ് 3ാമത്തെ ബാച്ചായി പുറപ്പെട്ടത്. കോട്ടയത്ത് നിന്ന് മറ്റൊരു സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ സന്നദ്ധ പ്രവർത്തകരായിക്കോട്ടെ, ഇതേപോലെ ഫയർഫോഴ്സ് അംഗങ്ങളായിക്കോട്ടെ, അത്തരത്തിൽ
ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ കൂടുതൽ സംവിധാനങ്ങൾ, കൂടുതൽ സേനാംഗങ്ങൾ, കൂടുതൽ പ്രവർത്തകരൊക്കെയും ഓരോ ദിവസം കഴിയുന്തോറും അവിടേക്ക് അണമുറിയാതെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ദുരന്തഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആശ്വാസകരമാകുന്നത്, ഏറ്റവും കരുത്താകുന്നത്. അനീഷ്, മറ്റൊരു കാര്യം കൂടി, അതായത് അനീഷ് നിൽക്കുന്ന ആ ഒരു മസ്ജിദിന്റെ ഭാഗം നമുക്ക് അറിയാം. ഞാനിപ്പോൾ ആ ദൃശ്യങ്ങളിൽ ആ ഒരു മസ്ജിദ്, തകർക്കപ്പെട്ട മസ്ജിദൊക്കെ കാണുമ്പോൾ ഓർത്തു പോകുന്നത് ഈ ദുരന്തം നടന്ന ആദ്യ ദിവസങ്ങളിലൊക്കെയും നമ്മുടെ ന്യൂസ് 18 കേരളത്തിന്റെ ഹെൽപ്പ് ഡെസ്കിലേക്ക് നിരവധി ആളുകൾ വിളിച്ചിരുന്നു. അവരുടെയൊക്കെ ഉറ്റവരൊക്കെയും ആ പ്രദേശങ്ങളിലൊക്കെയായിരുന്നു താമസിച്ചിരുന്നത് എന്ന് പറയുകയുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ഈ വലിയ മൺകൂനയായി മാറി നിൽക്കുന്നത്. ഇന്നലെ നടത്തിയ തെരച്ചിൽ അത് ഏത് വിധത്തിലാണ് എന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും ഊർജിതമായി നടന്ന തെരച്ചിൽ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ച് 6 സോണുകളായി തിരിച്ചുള്ള തെരച്ചിൽ തന്നെ. പക്ഷേ 5ാം ദിനത്തിലേക്ക് എത്തിയപ്പോൾ കണ്ടെത്താനാകുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. 4 മൃതദേഹങ്ങൾ മാത്രമാണ് ഇന്നലെ കണ്ടെത്താനായിട്ടുള്ളത്. ഇന്നിപ്പോൾ